ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ സസ്യകോശത്തെക്കുറിച്ചാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്നാണ്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്നാണ് അറിയപ്പെടുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളത് കോശദ്രവ്യത്തിൽ ആണ്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ്. ഒരു സസ്യകോശത്തിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു തുടങ്ങിയവയൊക്കെയാണ്. നമുക്ക് കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴിക കല്ലുകൾ കൂടി നോക്കാം. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ സെൽ എന്ന് വിശേഷിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ ആണ്. 1831 അദ്ദേഹം അങ്ങനെ വിളിച്ചത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് MJ സ്ലീഡൻ 1838. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ആണ് 1839. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിർഷോ ആണ്. 1858 അദ്ദേഹം അത് ചെയ്തത്. കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാട്ടാണ്. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങൾ നോക്കിയാൽ എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണെന്നും ജീവികളിലെ ഘടനാപരവും ജീവധർമ്മപരമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് അറിയപ്പെടുന്നു. അടുത്തതായി നമുക്ക് കോശത്തിനുള്ളിൽ എന്താണെന്ന് നോക്കാം. കോശത്തിന്റെ കേന്ദ്രം അതിന്റെ മർമ്മമാണ്. കോശത്തിന്റെ ആവരണത്തെ പറയുന്നത് കോശസ്തരം എന്നാണ്. ജന്തുകോശങ്ങളിൽ കാണാത്തതും സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതുമായ ഭാഗങ്ങളാണ് ഹരിതകം, കോശഭിത്തി. ജീവസ്തരങ്ങൾ ഒരു കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് സ്തരാവരണം ആണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ജീവസ്തരങ്ങൾ അറിയപ്പെടുന്നത് വർണ്ണധാര്യ സ്തരങ്ങൾ അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻസ് എന്നാണ്. നമുക്ക് കോശാംഗങ്ങൾ ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മൈറ്റോകോൺട്രിയോൺ. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. ഊർജ നിർമ്മാണത്തിലും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയോൺ. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം. അടുത്തതായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഭാഗം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിന് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ഈ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്തതായിട്ട് റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. അടുത്തതായിട്ട് ഫേനം അഥവാ വാക്യൂൾ. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോശാംഗമാണ് ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങൾ സഞ്ചരികളാക്കുന്ന വെസിക്കിൾസിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്.
അടുത്തതായിട്ട് മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഒരു കോശത്തിന്റെ മർമ്മമാണ്, അതിന്റെ ന്യൂക്ലിയസ് ആണ്. കോശത്തിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയർ മെംബ്രെയിൻ, ക്രോമാറ്റിൻ റെറ്റിക്കുലം ഒക്കെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് മർമ്മസ്തരം അഥവാ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്താണെന്ന് നോക്കാം. മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ, മർമ്മസ്തരത്തിലെ സുഷിരങ്ങളെയാണ് അങ്ങനെ പറയുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മഭാഗം. അടുത്തതായിട്ട് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മഭാഗം. അടുത്തതായിട്ട് ക്രോമാറ്റിൻ ജാലിക അഥവാ ക്രോമാറ്റിൻ റെറ്റിക്കുലം, മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. അടുത്തതായിട്ട് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്, ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് പ്രോകാരിയോട്സ്. ഉദാഹരണം നോക്കിയാൽ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മയൊക്കെയാണ്. കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂക്കാരിയോട്സ് അഥവാ യൂക്കാരിയോട്സിന് ഉദാഹരണം നോക്കിയാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ ഒക്കെയാണ്. ഇനി നമുക്ക് ജൈവകണം എന്താണെന്ന് കൂടെ നോക്കിയാലോ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. 3 തരം ജൈവകണങ്ങൾ ഉണ്ട്. വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകങ്ങൾ ആണ്. വർണ്ണകങ്ങളിലെ ചില വർണ്ണങ്ങൾ നോക്കിയാൽ സാന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നു, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നു, ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ നൽകുന്നു. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ്. പഴങ്ങളുടെ നിറം, രുചി എന്നിവ മാറുന്നത് പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അന്നജം പഞ്ചസാരയായിട്ടും മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചി മാറ്റത്തിനും കാരണമായിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ ചെറിയ ടോപ്പിക്, സസ്യകോശം എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർത്തീകരിക്കുന്നു. തുടർന്നുള്ള ജന്തുകോശം, മറ്റു ടോപ്പിക്സും എല്ലാം ഞാൻ തുടർന്ന് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് തുടരെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.